ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോമൽ ലാംഗ്വേജസ് ഇപ്പോൾ നോക്കിയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോമാറ്റയാണ് നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടോമാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് മോഡൽ ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ അബ്സ്ട്രാക്റ്റ് മോഡലിനെ നമ്മൾ ഓട്ടോമാറ്റ എന്ന് പറയാം. ഓട്ടോമേഷൻ ഇൻക്ലൂഡ് സം എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഇറ്റ് ഹാസ് മെക്കാനിസം ടു റീഡ് ഇൻപുട്ട് ആൻഡ് ഓട്ടോമോർഫിസം മേ ഹാവ് ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ് consisting of a limited number of cells, each capable of holding a single symbol from an alphabet. This automation can read and change the content of storage cells. അപ്പോൾ ഈ ഓട്ടോമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചില എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പറഞ്ഞ മെക്കാനിസമാണ്. മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിസം കൊണ്ട് മീനിങ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇൻപുട്ട് റീഡ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അത് റീഡ് ചെയ്യലാണ് ഫസ്റ്റ് മെക്കാനിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞത് ആൻ ഓട്ടോമേഷൻ മേ ഹാവ് ടെമ്പററി സ്റ്റോറേജ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പററി സ്റ്റോറേജ് ഡിവൈസാണ് കൺസിസ്റ്റിംഗ് ഓഫ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ്. അതിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് സെല്ലാണ് എന്ത് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഈച്ച് കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് എ സിംഗിൾ സിമ്പിൾ ഫ്രം ആൻ ആൽഫബറ്റ്. അതായത് ഹോൾഡ് ചെയ്യുന്ന ഓരോ കേപ്പബിൾ അല്ല ഓരോ സെൽസിലും എന്തുണ്ടായിരിക്കും സിംഗിൾ സിമ്പിൾസ് ഓഫ് ആൻ ആൽഫബറ്റ് ഉണ്ടാവും. അതായത് ഒന്നിൽ ABCD 0 1 2 അങ്ങനെ ഏതൊക്കെ സിമ്പിൾസ് ഉണ്ടായിരിക്കും. ദിസ് ഓട്ടോമേഷൻ ക്യാൻ റീഡ് ആൻഡ് ചേഞ്ച് ദി കണ്ടൻറ് ഓഫ് സ്റ്റോറേജ് സെൽസിനനുസരിച്ചിട്ട് നമ്മുടെ ഓട്ടോമേഷൻ നമ്മളുടെ ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ചേഞ്ച് വരുത്തും. ഓക്കെ, ദി ഓട്ടോമേഷൻ ഹാസ് എ കൺട്രോൾ യൂണിറ്റ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു കൺട്രോൾ യൂണിറ്റ് ആണ്. വിച്ച് ക്യാൻ ബി എനി വൺ ഓഫ് ദി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതിൽ എന്തുണ്ടാവും? ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് ക്യാൻ ചേഞ്ച് ദി സ്റ്റേറ്റ് ഇൻ സം ഡെഫിനിറ്റ് മാനർ. അതെന്ത് ചെയ്യും? ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ഈ ഓട്ടോമേഷൻ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഒരു പ്രത്യേക ഓർഡറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അറ്റ് എനി ഗിവൺ ടൈം ദി കൺട്രോൾ യൂണിറ്റ് ഇൻ സം ഇന്ത്യൻ സ്റ്റേറ്റ് ദി ഇൻപുട്ട് മെക്കാനിസം സ്കാൻസ് എ പെർട്ടിക്കുലർ സിമ്പൽ ഓൺ ഇൻപുട്ട് ഫയൽ. അപ്പോൾ ഒരു പ്രത്യേക ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ യൂണിറ്റിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാവും. ആ ഇന്ത്യൻ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് നമ്മൾ എന്താണോ ഇൻപുട്ടിലുള്ളത് ആ ഇൻപുട്ട് ഏത് പെർട്ടിക്കുലർ സിമ്പലിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് ഇൻപുട്ട് ഫയലിന് പോയി നോക്കും. എന്നിട്ട് അത് സ്കാൻ ചെയ്യും. ഓക്കെ, ദി ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കൺട്രോൾ ഇൻപുട്ട് കൺട്രോൾ യൂണിറ്റ് അറ്റ് നെക്സ്റ്റ് ടൈം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ഇന്ത്യൻ സ്റ്റേറ്റിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് മാറും. സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ട്രാൻസിഷൻ ഫംഗ്ഷൻ വിച്ച് ഗിവ്സ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് കറണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് ഫയലിലുള്ള സിമ്പിൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേക ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ടാകും. ആ ഓപ്പറേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. കറണ്ട് ഇൻപുട്ട് സിമ്പിൾ ആൻഡ് ഇൻഫർമേഷൻ കറൻ്റ്ലി ഇൻ ടെമ്പററി സ്റ്റോറേജ്. ഇൻപുട്ട് സിമ്പിളും അതേപോലെ എല്ലാ ഇൻഫർമേഷനും എവിടെ നിന്നാണ് കിട്ടുക? ടെമ്പററി സ്റ്റോറേജിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഡ്യൂറിങ് ദി ട്രാൻസിഷൻ ഫ്രം വൺ ഇന്ത്യൻ സ്റ്റേറ്റിന് നെക്സ്റ്റ് ഔട്ട്പുട്ട് മേ ബി. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ട്രാൻസിഷൻ എന്നാണ് പറയുക. ആ ട്രാൻസിഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. മേ ബി പ്രൊഡ്യൂസ്. ഔട്ട്പുട്ട് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഓർ ഇൻഫർമേഷൻ ഇൻ ദി ടെമ്പററി സ്റ്റോറേജ് ഈസ് ചേഞ്ച്ഡ്. നമ്മൾ ടെമ്പററി സ്റ്റോറേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾക്ക് അവസാനം എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ദി പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ഇൻപുട്ട് ഫയൽ ആൻഡ് ടെമ്പററി സ്റ്റോറേജ് ആർ കളക്റ്റീവ്ലി കോൾഡ് കോൺഫിഗറേഷൻ. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ പെർട്ടിക്കുലർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഫയൽ ടെമ്പററി സ്റ്റോറേജിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? കോൺഫിഗറേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ദി പെർട്ടിക്കുലർ സ്റ്റേറ്റ് കൺട്രോൾ യൂണിറ്റ് ഇൻപുട്ട് ഫയൽ ആൻഡ് ടെമ്പററി സ്റ്റോറേജ് ആർ കളക്റ്റീവ്ലി കോൾഡ് കോൺഫിഗറേഷൻ. Then the transition of automation from one configuration to other called a move. അതായത് ഇൻപുട്ട് ഫയലിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് വരിക, കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് വരിക, ഈ കൺട്രോൾ അതിന് മുന്നേ സ്റ്റോറേജ് സെല്ലിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് വരിക. അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്താ കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പോൾ കോൺഫിഗറേഷൻ പറയാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഒരു ഇൻപുട്ട് ഒരു കോൺഫിഗറേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷനിൽ നിന്ന് നമ്മൾ അടുത്ത ട്രാൻസിഷനിലേക്ക് പോവുകയാണ്. അതിന് നമ്മൾ എന്ത് പറയും? ഒരു കോൺഫിഗറേഷനിൽ നിന്ന് അടുത്ത കോൺഫിഗറേഷൻ നമ്മൾ പോകുന്നതിനാണ് മൂവ് എന്ന് പറയുക. അത് ഇൻപുട്ട് ഫയൽ എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷനിലേക്ക് പോകണം. സോ അത് നമുക്ക് ഇൻപുട്ട് തരും. സോ ഇൻപുട്ട് ഫയലാണിത്. ഈ ഇൻപുട്ട് ഫയലിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ യൂണിറ്റിലേക്ക് പോകും. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് നമ്മൾ സ്റ്റോറേജ് സെല്ലിൽ പോയിട്ട് ഏതൊക്കെ സിമ്പിളാണോ അല്ലെങ്കിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് ആ എലമെൻറ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് കൺട്രോൾ യൂണിറ്റിൽ വരും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. അതാണ് നമ്മളുടെ ഒരു ഓട്ടോമാറ്റഡ് പ്രോസസ്സ്. അത് ഇൻപുട്ട് ഫയൽ വരും. സോ അതിൽ ഇൻപുട്ട് ഫയലിൽ നമ്മൾ കോൺഫിഗറേഷൻ പറയും, കൺട്രോൾ യൂണിറ്റിൽ കോൺഫിഗറേഷൻ പറയും, ഔട്ട്പുട്ട് ടെമ്പററി സ്റ്റോറേജ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയും. ഓക്കെ, ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഇൻപുട്ട് ഫയലിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുമ്പോൾ ഒരു മൂവ്മെൻ്റ് ആണ്. ഈ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് സ്റ്റോറേജ് സെല്ലിലേക്ക് പോകുമ്പോൾ ഒരു മൂവ്മെൻറ്റ്, സ്റ്റോറേജ് സെല്ലിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുമ്പോൾ അടുത്ത മൂവ്മെൻറ്റ്. ഓക്കെ, അങ്ങനെയാണ് മൂവ് എന്ന് പറയുന്നത്.
നേരത്തെ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് മൂവി ഈസ് യുണീക്ലി ഡിറ്റർമൈൻഡ് ബൈ കറണ്ട് കോൺഫിഗറേഷൻ. ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മൂവ്മെൻറ്റും നമുക്ക് യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞത്. ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ഇത് പകുതി എഴുതിയിട്ടുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ എന്നൊക്കെ ഉണ്ട്, ഇതിൽ ഡിറ്റർ ഓട്ടോ എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. സോ നിങ്ങളത് ഫുള്ളാക്കി എഴുതാം. ദർ മേ ഹാവ് സെവറൽ പോസിബിൾ മൂവ്, സോ വി ക്യാൻ പ്രെഡിക്റ്റ് ഓൺലി എ സെറ്റ് ഓഫ് പോസിബിൾ മൂവ്. അപ്പോൾ നമുക്ക് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാല്യൂ ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലെന്ത് ചെയ്യും, ഒരുപാട് സെവറൽ പോസിബിൾ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഓട്ടോമേഷൻ ഹൂസ് ഔട്ട്പുട്ട് എസ് റെസ്പോൺസ് ഈസ് ലിമിറ്റഡ് ടു യെസ് ഓർ നോ. ഇനി ഓട്ടോമേഷനിൽ ആകെ ഔട്ട്പുട്ട് റെസ്പോൺസ് പറഞ്ഞാൽ 2 റെസ്പോൺസ് ഉണ്ടാവും, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അല്ലാതെ വേറൊരു റെസ്പോൺസ് ഉണ്ടാവില്ല. ആഫ്റ്റർ റീഡിങ് ദി ഇൻപുട്ട് സ്ട്രിങ് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആക്സെപ്റ്റ് ഏത് ആക്സെപ്റ്റ്സ് ഓർ റിജക്ട്സ് ദി സ്ട്രിങ്, ഒന്നുകിൽ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ആക്സെപ്റ്റർ എന്ന് പറയും. ഇനി ട്രാൻസ്ഡ്യൂസർ പറഞ്ഞാൽ ദി ഓട്ടോമേഷൻ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സ്ട്രിങ് ഓഫ് സിമ്പിൾസ് ആസ് ആൻ ഔട്ട്പുട്ട് ഇസ് കോൾഡ് ട്രാൻസ്ഡ്യൂസർ. അതായത് ഓട്ടോമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കൊരു ഇൻപുട്ട് കൊടുത്താൽ അതിന് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, അവിടെ ഒരു സിമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ സിമ്പിൾസ് ഒരു സ്ട്രിങ് പ്രൊഡ്യൂസ് ചെയ്യണം, സിമ്പിൾസ് കൊണ്ട് ഒരു സ്ട്രിങ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്പുട്ട് എന്ന് പറയാം. ആ കിട്ടുന്ന സ്ട്രിങ്, സിമ്പിൾസിൻ്റെ സ്ട്രിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, ദി സെറ്റ് ഓഫ് ഓൾ ലീഗൽ ഐഡൻറ്റിഫയേഴ്സ് ഇൻ പാസ്കൽ ഈസ് ARR ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദി ഇവിടെ RR ഒന്നുമില്ല കേട്ടോ. The set of all legal identifiers in Pascal is a language. It is the set of all string starting with a letter and followed by an arbitrary number, letters or digits. The grammar below makes this informal definition precise. അപ്പോൾ set of all legal identifiers ഒരു പാസ്കൽ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ആണ്. ലീഗലായിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്തിട്ട്. ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ലെറ്റർ ആൻഡ് ഫോളോഡ് ബൈ എൻ ആർബിട്രറി നമ്പർ. ഒന്നുകിൽ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആർബിട്രറി നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, ലെറ്റർ ഓർ ഡിജിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ദി ഗ്രാമർ ബിലോ, അതായത് എങ്ങനെയാണ് ഈ ലീഗൽ ഐഡൻറ്റിഫയേഴ്സ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഐഡൻറ്റിഫയർ, ഐ ഡി പറഞ്ഞാൽ ഐഡൻറ്റിഫയർ ഇംപ്ലൈസ് ലെറ്റർ, അതായത് ഫസ്റ്റ് നമുക്ക് ലെറ്റർ ആണെങ്കിൽ ലെറ്റർ, റെസ്റ്റ്. ഓക്കെ, അടുത്ത ഈ റെസ്റ്റാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. ഈ റെസ്റ്റ് നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യും, ഒന്നുകിൽ അത് ലെറ്ററിലേക്ക് മൂവ് ചെയ്യും, അപ്പോൾ ലെറ്റർ റെസ്റ്റ് എന്ന് എഴുതുക. അതല്ല നമുക്ക് ലെറ്റർ എന്ന് പറഞ്ഞാൽ ABCDZ, AB to Z നമ്മൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ നമുക്ക് ലെറ്ററാണ് ആവശ്യമെങ്കിൽ ലെറ്റർ റെസ്റ്റ് എന്ന് എഴുതാം. അതല്ല നമുക്ക് ഡിജിറ്റാണ് ആവശ്യമെങ്കിൽ ഡിജിറ്റ് റെസ്റ്റ് എന്ന് എഴുതാം. എന്നിട്ട് അവസാനം നമുക്ക് ഒന്നും ആവശ്യമില്ല, അതായത് ലെറ്റർ നമ്മുടെ സ്ട്രിങ് അവിടെ കംപ്ലീറ്റ് ആയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാംഡ റെസ്റ്റ് എന്ന് കൊടുക്കാം. റെസ്റ്റ് എന്ന് എഴുതിയിട്ടില്ല, ലാംഡ റെസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അതാണ് ഈ റെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലെറ്റർ പറഞ്ഞാൽ AB എക്സെട്ര C, ഒന്നുകിൽ A ആവും, അല്ലെങ്കിൽ B ആവും, അല്ലെങ്കിൽ C അല്ല C ആവും, D ആവും, അങ്ങനെ Z വരാം. ഡിജിറ്റ് പറഞ്ഞാൽ 0, 1 എക്സെട്ര 9. ഓക്കെ, ഇൻ ദിസ് ഗ്രാമർ ദി വേരിയബിൾസ് ആർ ID. വേരിയബിൾസ് നമ്മൾ വേരിയബിൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ID, റെസ്റ്റ്, ലെറ്റർ ആൻഡ് ഡിജിറ്റ് അതൊക്കെയാണ് എന്ത് ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേരിയബിൾസ് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ID, റെസ്റ്റ്, ലെറ്റർ ആൻഡ് ഡിജിറ്റ്. ഓക്കെ, ഇത്രയാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ABZ0 Z0 എക്സെട്ര 9 എന്ന് പറഞ്ഞാൽ ടെർമിനൽസ് ആണ്. ഓക്കെ, ABCD അങ്ങനെ Z വരെയും 0, 1, 2, 3 അങ്ങനെ 9 വരെയുള്ളതിന് നമ്മൾ ടെർമിനൽസ് എന്നാണ് പറയുക. ID, റെസ്റ്റ്, ലെറ്റർ ആൻഡ് ഡിജിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, വേരിയബിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ID എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ എഴുതണം കേട്ടോ. അടുത്ത എ ഡെറിവേഷൻ ഓഫ് ദി ഐഡൻറ്റിഫയർ A0 ഈസ്. ഇനിയിപ്പോൾ നമ്മൾ A0 എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിഫയർ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടുന്ന, ID. അപ്പോൾ IDയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആദ്യം വരുന്നത് എന്താ, ലെറ്ററാണ്. സോ ലെറ്റർ റെസ്റ്റ്. അപ്പോൾ ലെറ്റർ റെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലമെൻ്റ് തന്നെ വരും, അതായത് ലെറ്ററിൽ ആദ്യം വരുന്നത് എന്താ, A ആണ്. അപ്പോൾ A എന്ന് വരും. പിന്നെ അടുത്ത് നമുക്ക് 0 ആണ് വരും. 0 ആണ് ഡിജിറ്റാണ്. സോ ഡിജിറ്റ് റെസ്റ്റ്. അടുത്ത ഡിജിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്നെ വരും, 0 തന്നെ ഫസ്റ്റ് വരും, കാരണം ഡിജിറ്റിലെ ഫസ്റ്റ് എലിമെൻറ്റ് 0 ആണ്. സോ A0 റെസ്റ്റ്. അത് നമുക്ക് എന്ത് കിട്ടി, A0 എന്ന് കിട്ടി. ഓക്കെ, ഒന്നുകിൽ A0 റെസ്റ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം, A0 ലാംഡ എഴുതാം. ഓക്കെ, അപ്പോൾ A0 എന്ന് എഴുതി. അടുത്ത എ ഡെറിവേഷൻ ഓഫ് ഐഡൻറ്റിഫയർ AB ആണ് വേണ്ടത്. സോ ID ഇംപ്ലൈസ് ലെറ്റർ റെസ്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റർ റെസ്റ്റ് എഴുതാം. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് ഏതാ, B ആണ്. സോ AB റെസ്റ്റ് എന്ന് വരും. അപ്പോൾ AB എന്ന് വരും. ഓക്കെ, അടുത്ത നമുക്ക് A എന്ന് മാത്രം മതി. സോ
ലെറ്റർ റെസ്റ്റ് എ ലാംഡ അവിടെ വെച്ച് അവസാനിച്ചു. ഇവിടെ വേണമെങ്കിൽ ഇവിടെ എ ബി റെസ്റ്റ് ലാംഡ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല, ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പം A0 ആണ് വേണ്ടത്, അതിന് പകരം A1 ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എ ഡിജിറ്റ് റെസ്റ്റ് ഓക്കെ, അത് ശരിയാണ്. പക്ഷേ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആക്സെപ്റ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞില്ലേ, അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റായിട്ട് എന്താ വരിക, 0 ആണ് വരിക. അപ്പോൾ 0 അവിടെ ഔട്ട്പുട്ട് ഫയൽ ഇൻപുട്ട് അല്ല, നമ്മളുടെ കൺട്രോൾ യൂണിറ്റിൽ പോകുമ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, 0 അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ എന്ത് വരും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ആ ഇൻപുട്ട് ഫയൽ കൺട്രോൾ യൂണിറ്റ് സ്റ്റോറേജ് സെല്ലിലേക്ക് പോകും, അടുത്ത ഡിജിറ്റ് ചൂസ് ചെയ്യും. അടുത്ത ഡിജിറ്റ് എന്താ, 1. അപ്പോൾ നമുക്ക് വേണ്ടത് A1 അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ അക്സെപ്റ്റും അതേപോലെ റിജക്ഷനും നടക്കുന്നത്. Next, an automata can be represented by a graph in which the vertices give the internal state. ഇനി ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വേർട്ടിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആണ് വേർട്ടിസസ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇനി അടുത്ത് DFAയും NFA ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആക്സെപ്റ്ററും അതേപോലെ ഇൻഫൈനൈറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആക്സെപ്റ്ററും പഠിക്കുന്നുണ്ട്. സോ എന്താണ് വേർട്ടിസസ്, ഗ്രാഫിലെ വേർട്ടിസസിന് നമ്മൾ എന്താ പഠിക്കുക, ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആണ് ഗ്രാഫിലെ വേർട്ടിസസ്. എഡ്ജസ് പറഞ്ഞാൽ ട്രാൻസിഷനാണ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റ്, സ്റ്റേറ്റ്സ് തമ്മിലുള്ള മൂവ്മെൻറ്റിന് ട്രാൻസിഷൻ. ഇനി ഇത് ലേബൽസ് ഓൺ ദി എഡ്ജസ് ഷോ വാട്ട് ഹാപ്പൻസ് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡ്യൂറിങ് ദി ട്രാൻസിഷൻ. അപ്പോൾ അതായത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഓട്ടോമാറ്റ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വേർട്ടിസസ് ആയിട്ട് എന്താ വരിക, ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് വരും, എഡ്ജസ് ആയിട്ട് ട്രാൻസിഷൻസ് വരും. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ 1 to AA, ഇറ്റ് റെപ്രസെൻറ്റ് എ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2. അപ്പോൾ ഇതാണ് വേർട്ടിസസ് വരുന്നത്. സ്റ്റേറ്റ്സ് ഏതാ, സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 വിച്ച് ഈസ് ടേക്കൺ വെൻ ദി ഇൻപുട്ട് സിമ്പിൾ ഈസ് എ. അപ്പോൾ നമ്മൾ ലേബൽ ചെയ്യുന്നത് എന്താണ്, ഇവിടെ ലേബൽ ചെയ്യില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ V1 എന്ന് പറഞ്ഞ വേർട്ടിസസ്, V2 എന്ന് പറഞ്ഞ വേർട്ടിസസ്, E1 എന്ന് പറഞ്ഞ എഡ്ജ്, അങ്ങനെ ഈ ലേബൽ ചെയ്യുന്നതിന് നമ്മളിവിടെ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ABC, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റിൽ നമ്മൾ A എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, രണ്ടാമത്തെ സ്റ്റേറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാനാണ് ഇവിടെ പറഞ്ഞത്. ദി ലേബൽ ഓൺ ദി എഡ്ജസ് ഷോ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദി ട്രാൻസിഷൻ. അതായത് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് എന്ത് കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ വേറെ നോക്കുക. അതൊരു ഗ്രാഫ്, ഒരു ഓട്ടോമാറ്റിക് ഗ്രാഫായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ആണ്, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് 2 എന്ന് പറഞ്ഞാൽ 2 എത്തി. ഓക്കെ, 2 ഇവിടെ ലെറ്റർ എന്നുണ്ട്, ലെറ്റർ കൊടുത്തപ്പോൾ നമുക്ക് 2 കിട്ടി. ഇനി 2 തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലെറ്ററോ അല്ലെങ്കിൽ ഡിജിറ്റോ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു. അതപ്പോൾ നമുക്കിപ്പോൾ 1 അല്ലേ വരുന്നത്, 1 A 3 2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് 1 ആണ്, ഇവിടെ 1 അല്ല, നമുക്ക് കിട്ടേണ്ട ലെറ്റേഴ്സ് അല്ലേ. സോ A B ദെൻ 2 3 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടേണ്ട ലെറ്ററാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോവുക, ഫസ്റ്റ് കിട്ടേണ്ട ലെറ്ററാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് പോവുക. കാരണം ലെറ്ററിൻ്റെ വരുന്നത് എങ്ങോട്ടാണ്, 2 എന്ന് പറഞ്ഞ ഇൻപുട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് എന്ത് പോവുക, ലെറ്റർ പോവുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടി, A എന്ന് പറഞ്ഞാൽ ലെറ്റർ കിട്ടി. അടുത്തത് നമ്മൾ B ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ വീണ്ടും ലെറ്റർ തന്നെയാണ് വേണ്ടത്. സോ ലെറ്റർ തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, ലെറ്റർ ഓർ ഡിജിറ്റ് ഏത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ലെറ്റർ ചൂസ് ചെയ്തു, കാരണം B തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒന്നുകിൽ ഇവിടെ തന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റ് ചൂസ് ചെയ്യാം, 2 എന്നുള്ള ഡിജിറ്റ് ചൂസ് ചെയ്യാം, 3 എന്നുള്ള ഡിജിറ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലെറ്റർ ആണെങ്കിൽ ഇങ്ങനെ പോവാം, പിന്നെ ഇവിടെ ലെറ്റർ ഡിജിറ്റ് ഏത് വരണമെങ്കിലും ഏത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇനി ഫസ്റ്റ് നമുക്ക് 1 2 3 A C ആണ് വന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ വരുന്നത് ഏതാ, ഡിജിറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ താഴേക്കാണ് വരേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിജിറ്റാണ് വേണ്ടത്. അപ്പോൾ ഡിജിറ്റ് വന്നു, പിന്നെ 3 ലെറ്ററോ ഡിജിറ്റോ പിന്നെ ഏത് വന്നാലും കുഴപ്പമില്ല, ഇവിടെ തന്നെ കടന്നിട്ട് റൗണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദി ഫിഗർ ഈസ് ആൻ ഓട്ടോമാറ്റ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഓട്ടോമാറ്റയാണ്. ദാറ്റ് ആക്സെപ്റ്റ്സ് ഓൾ ലീഗൽ പാസ്കൽ ഐഡൻറ്റിഫയേഴ്സ്. എല്ലാ ലീഗൽ പാസ്കൽ ഐഡൻറ്റിഫയേഴ്സും അതെന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വി അസ്യൂം ദാറ്റ് ഇനീഷ്യലി ദി ഓട്ടോമാറ്റ ഈസ് ഇൻ സ്റ്റേറ്റ് 1. സ്റ്റേറ്റ് 1 ആണ് എന്ത്, ഇനീഷ്യൽ സ്റ്റേറ്റ്. വി ഇൻഡിക്കേറ്റ് ദിസ് ബൈ ഡ്രോയിങ് ആൻ ഏരോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും ഏരോ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക,
ഇൻഡിക്കേറ്റ് ചെയ്യുക. കണ്ടോ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു ഏരോ വരാൻ കാരണം അത് നമ്മൾ എന്താണ്, അത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെന്നാണ് മീനിങ്. നേരെ നോട്ട് ഒറിജിനേറ്റിംഗ് ഇൻ എനി വേർട്ടിസസ്, ഏത് വേർട്ടിസസ് ആണെന്നൊന്നും കുഴപ്പമില്ല. ഒരു വേർട്ടിസസിൽ നിന്നല്ല എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്ന, ഏരോ ഒറിജിനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക ഈ ഫിഗറിൽ ഈ ഏരോ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു വേർട്ടിസസിൽ നിന്നല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഏരോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, അത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്, അത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് അതാണെന്നാണ് മീനിങ്. ഓക്കെ, ടു ദിസ് സ്റ്റേറ്റ് ആസ് ഓൾവേസ് എ സ്ട്രിങ് ടു എക്സാമിൻ ഈസ് റീഡ് ലെഫ്റ്റ് ടു റൈറ്റ് വൺ ക്യാരക്ടർ അറ്റ് ഈച്ച് സ്റ്റെപ്പ്. അതായത് ലെഫ്റ്റിലേക്ക് നീങ്ങിയാലും റൈറ്റിലേക്ക് നീങ്ങിയാലും എന്താണെന്നാണ് ഫസ്റ്റ് വേണം. വെൻ ദി ഫസ്റ്റ് സിമ്പിൾ ഈസ് ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ ആ ഓട്ടോമാറ്റ് എങ്ങോട്ട് പോകും, സ്റ്റെപ്പ് 2ലേക്ക് പോകും. ആഫ്റ്റർ വിച്ച് ദി റെസ്റ്റ് ഓഫ് സ്ട്രിങ് ഈസ് ഇമ്മെറ്റീരിയൽ സ്റ്റേറ്റ് 2. പിന്നെ ബാക്കിയൊക്കെ എന്ത് തന്നെ കിട്ടും, ആസെപ്റ്റ് വെച്ചിട്ട് യെസ് ഓർ നോ വെച്ചിട്ട് നമുക്ക് എന്ത് വരും, അതന്നെ നേരെ തിരിച്ച് വരും. ഇനി ഫസ്റ്റ് സിമ്പിൾ ഡിജിറ്റ് ആണെങ്കിൽ നേരെ സ്റ്റേറ്റ് 3ലേക്ക് പോവും. എന്നിട്ട് എന്ത് വരും, ഇനി അടുത്ത ഡിജിറ്റ് ആണെങ്കിൽ അവിടെ തന്നെ റൗണ്ട് ചെയ്യും. അതല്ല അപ്പോൾ നമുക്ക് എന്ത് വരും, നോ എന്ന് വരും. പിന്നെ വീണ്ടും റൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലെറ്റർ ആണെങ്കിൽ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യും, വീണ്ടും റിജക്റ്റ് ചെയ്യും. അങ്ങനെ വെച്ചിട്ട് ചെയ്യും. സോ ഇൻ അവർ സൊല്യൂഷൻ വി അസ്യൂം ദാറ്റ് നോ ഇൻപുട്ട് അതർ ദാൻ ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലെറ്റേഴ്സോ അതായത് എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സോ അല്ലെങ്കിൽ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സോ അല്ലാതെ വേറൊരു ഇൻപുട്ടും അല്ലെങ്കിൽ വേറൊരു ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വേറൊരു സൊല്യൂഷൻ നമുക്ക് ഈ എലമെൻറ്റ്സ് അല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾസ് അല്ലാതെ വേറൊരു സിമ്പിളും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഓട്ടോമാറ്റഡ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താങ്ക് യു.